കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise IGNO Focus 5.0. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FEG02 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് we are going to do in this video. So let's begin. FEG02 Foundation Course in English 2. So this guide is designed to help you prepare smartly for the December TEE 2025 in FEG02 by converting past paper evidence and the official syllabus into a focused revision plan. You will see exactly which blocks and skills have mattered most, how the paper is structured, and where to invest your effort so that every hour you study advances marks in the areas examiners reward. To ground your advice, we map each syllabus unit, paragraphs, compositions, note-taking, report summaries to how it has actually appeared in the past TEES. സോ നമ്മൾ FEG02ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണെന്നും ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകൾ എങ്ങനെയാണെന്നും ഓരോ ക്വസ്റ്റ്യൻസിന്റെയും വെയിറ്റേജ് വരുന്നത് എങ്ങനെയാണെന്നും അങ്ങനെ ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ ഫോക്കസ് ചെയ്യേണ്ടത്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടെ നിങ്ങൾ എക്യുപ്ഡ് ആക്കി വെച്ച് എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ ലെറ്റ്സ് ഗോ മോർ ഇൻ ടു ദിസ്. ഡോക്യുമെന്റ് റോഡ് മാപ്പ് നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു പാറ്റേൺ പോകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കുള്ളത് സിലബസ് മാപ്പിംഗ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഉള്ള ബ്ലോക്സുകൾ നമുക്കറിയാം. നമുക്ക് പേപ്പർ ബ്ലോക്സുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബ്ലോക്സുകൾ ഫർദർ യൂണിറ്റ് വൈസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ബ്ലോക്ക് വൈസ് ഓവർവ്യൂ ഉണ്ട്. ദാറ്റ് ഈസ് പാരഗ്രാഫ് റൈറ്റിംഗ്, എക്സ്പോസിറ്ററി, ആർഗ്യുമെന്റേറ്റീവ്, നാരറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ, നോട്ട് ടേക്കിംഗ്, റിപ്പോർട്ട് സമ്മറൈസിംഗ് വിത്ത് നോട്ട്സ് ഓൺ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആൻഡ് സ്കിൽ weightage in the TEE. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ്. അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫോമാറ്റ്സുകളാണെന്നും അതിന്റെ മാർക്ക് ഡിവിഷൻസുകളും ഒക്കെ നമ്മൾ നോക്കും. ഓൾസോ പാസ്റ്റ് പേപ്പേഴ്സ് ഒരു സ്റ്റേബിൾ ഒരു 4 പാർട്ട് ക്വസ്റ്റ്യൻസുകളാണ്. 50 മാർക്ക് നമുക്ക് പേപ്പർ ഫോർ ദി കോമ്പോസിഷൻ ദറ്റ് ഇസ് 20, പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് 10 മാർക്സും, ലെറ്റർ ഓർ റിപ്പോർട്ട് ബേസ്ഡ് അഗൈൻ 10 മാർക്സും, സമ്മറി ഓർ നോട്ട്സ് ഓൾസോ 10 മാർക്സ്. ഒരു 2 hour ലിമിറ്റിൽ നമുക്ക് ഇത്രയുമാണ് നോർമലി എക്സാംസിന് കണ്ടുവരുന്ന ഒരു പാറ്റേൺ. പിന്നെ അടുത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് നമ്മൾ ഏത് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മോസ്റ്റ് ഓഫൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകളെ നമ്മൾ ഇവിടെ ക്യൂറേറ്റ് ചെയ്ത് ഒരു കൺസോൾഡ് ലിസ്റ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇവിടെ തിരിക്കുന്നുണ്ട്. അതും ഓൾസോ വിൽ ഹാവ് എ ഡിസ്കഷൻ. പിന്നെ നമുക്ക് വരുന്ന ഒരു നെക്സ്റ്റ് സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻസ്. അതായത് നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ എത്രത്തോളമാണ് നമുക്ക് ചോദിക്കാൻ മോസ്റ്റ് പ്രെഡിക്റ്റഡ് ഉള്ളതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലൈക്ലി കോമ്പോസിഷൻസ്, പാരഗ്രാഫ് പ്രോംപ്റ്റ്സ് ആൻഡ് ഫങ്ഷണൽ റൈറ്റിംഗ് ടാസ്ക് പ്രയോറിറ്റൈസ്ഡ് ബൈ അപ്പിയറൻസ് അക്രോസ് റീസന്റ് സെക്ഷൻസ്. പിന്നെ ടുവേർഡ്സ് ദി എൻഡിൽ നമുക്കൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ആ ഒരു പേപ്പർ ശരിക്കും നമ്മളുടെ ഇഗ്നോയുടെ എക്സാം പാറ്റേൺ അതേ ഫോമാറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. സോ അത് സെയിം അതേ മിററിംഗ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും മാർക്കിംഗും സ്കീംസും എല്ലാം നമ്മളുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. So, methodology. We analyzed many years of FEG02 papers and aligned them with the prescribed blocks and units. Recent sessions were given modest extra weight, so the predictions reflect the latest emphasis without ignoring the long-term trends. ഇനി അടുത്ത് നമ്മളിവിടെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് തിരിച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ എത്ര തവണയാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളതെന്നും ആൻഡ് അതിന്റെ ഒരു റെലവൻസ് ആയിട്ട് നമ്മൾ അതിന്റെ ഹൈ റെലവൻസ് എന്നും മീഡിയം ലെവലും ലോ ലെവലും എന്ന് പറഞ്ഞ് തിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് റൈറ്റിംഗ് പാരഗ്രാഫ്സ്. അതിലെ ടോപ്പിക്കുള്ള പാരഗ്രാഫ് റൈറ്റിംഗ് 200 വേർഡ്സിനത് നമുക്ക് 8 തവണയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. പിന്നെ നമുക്ക് വരുന്ന
ബ്ലോക്ക് 1 യൂണിറ്റ് 2 ദാറ്റ് ഇസ് കൊഹീറൻസ് കൊഹീഷൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻസുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതേസമയം നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആയിട്ടുള്ള റൈറ്റിംഗ് കോമ്പോസിഷനകത്ത് വരുന്ന ലോങ് കോമ്പോസിഷൻ 350 വേർഡ്സുകളാണ്. 8 തവണയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തത്. ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ദാറ്റ് ഇസ് എക്സ്പോസിറ്ററി കോമ്പോസിഷൻ, അതൊരു ടോപ്പിക് ആയിട്ടുള്ള എക്സ്പോസിറ്ററി ടെക്നിക്സ് ഇന്ന് ക്വസ്റ്റ്യൻസുകളൊന്നും തന്നെയും വന്നിട്ടില്ല. അതേസമയം നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 5 നോട്ട് ടേക്കിംഗില് ടോപ്പിക് ആയിട്ടുള്ള ഹൈറാർക്കിയൽ നോട്ട്സ് വിത്ത് ഹെഡിങ്സ് ഓർ സബ് പോയിന്റ്സ് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 6 റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഈവന്റ്സിലെ ടോപ്പിക് ആയിട്ടുള്ള ഈവന്റ് റിപ്പോർട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. സെയിം തന്നെയാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷനിൽ ഡെവലപ്പിംഗ് ആൻഡ് ആർഗ്യുമെന്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും വന്നിട്ടില്ല. നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 8ഉം യൂണിറ്റ് 9ലെയും ടോപ്പിക്സുകളായിട്ടുള്ള ഇൻഡക്റ്റീവ് ഓർ ഡിഡക്റ്റീവ് മെത്തേഡും നോട്ട് ടേക്കിംഗ്സിലെ ടേബിൾസ് ഓർ ഡയഗ്രാംസ് ആൻഡ് നോട്ട്സ് ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. അതേസമയം നമ്മളെ ബ്ലോക്ക് 2 യൂണിറ്റ് 10 ആയിട്ടുള്ള റൈറ്റിംഗ് റിപ്പോർട്ട്സ് മീറ്റിംഗ്സ് ഓർ സ്പീച്ചസ് ചെയ്തും റിപ്പോർട്ട് ഓഫ് എ മീറ്റിംഗ് അല്ലെങ്കിൽ സ്പീച്ച് 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു ലോ ലെവൽ ഓഫ് റെലവൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 11 റൈറ്റിംഗ് സമ്മറീസിൽ സമ്മറി വിത്തിൻ ടൈറ്റിൽ 3 ടൈംസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു ലോ റെലവൻസ് ആണ് ഇവിടെ ഉള്ളത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 12 റൈറ്റിംഗ് സമ്മറീസ് 2 ടോപ്പിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സമ്മറൈസിംഗ് ടെക്നിക്സിന് ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 13 റൈറ്റിംഗ് പാരഗ്രാഫ്സിലെ ടോപ്പിക്സുകളായിട്ടുള്ള ടോപ്പിക് സീക്വൻസ് ഓർ സ്പേഷ്യൽ ഓർ ക്ലാസ് റിലേഷൻസ് ഒന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും വന്നിട്ടില്ല. സെയിം തന്നെയാണ് ബ്ലോക്ക് 3 ആയിട്ടുള്ള യൂണിറ്റ് 14 നറേറ്റീവ് കമ്പോസിഷനിലെ നറേറ്റീവ് ടെക്നിക്കും യൂണിറ്റ് 15 നറേറ്റീവ് കമ്പോസിഷനിലെ സ്റ്റൈൽ ദാറ്റ് ഇസ് സിംപ്ലിസിറ്റി ക്ലാരിറ്റി കോൺക്രീറ്റ്നെസ് ഒന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് 3 ആണ്. അതിൽ യൂണിറ്റ് നമ്പർ 16 റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഇന്റർവ്യൂസിൽ റിപ്പോർട്ട് ഓഫ് എൻ ഇന്റർവ്യൂ, യൂണിറ്റ് നമ്പർ 17 റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഫോർ സർവേസിനകത്ത് സർവേ റിപ്പോർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് അതേസമയം റിപ്പോർട്ട് ഓഫ് എൻ ഇന്റർവ്യൂ ഒരു തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 18 ആയിട്ടുള്ള റൈറ്റിംഗ് സമ്മറീസിൽ സമ്മറി പ്രൈസും ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചില്ല. അതേ കണക്കുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലോക്ക് 4 യൂണിറ്റ് 19 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷനിലെ ഡിസ്ക്രൈബ് പേഴ്സൺസും യൂണിറ്റ് 20 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷനിലെ ഡിസ്ക്രൈബ് പ്ലേസസ് ഓർ ഒബ്ജക്ട്സ് എന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും വന്നിട്ടില്ല. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് നമ്പർ 21, 22, 23 ആൻഡ് 24 ഡിസ്ക്രൈബ് കണ്ടീഷൻസ് പ്രോസസ്സും യൂണിറ്റ് 22 നോട്ട് ടേക്കിംഗ് ലെക്ചർ നോട്ട് ടേക്കിങ്ങും റൈറ്റിംഗ് റിപ്പോർട്ട്സിൽ എക്സ്പെരിമെന്റൽ റിപ്പോർട്ടും സമ്മിങ് അപ്പിനകത്തുള്ള കോംപ്രിഹെൻസീവ് റിവ്യൂന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇതുവരെയും ചോദിച്ചിട്ടില്ല. നമ്മളിപ്പം ഈ ഒരു എക്സാം നമ്മളെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്. പിന്നീട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3 വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 4 ക്വസ്റ്റ്യൻസുകൾ തന്നെയും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ യൂണിറ്റ് 3 മോസ്റ്റ് ഓപ്പൺ ചോദിച്ചിട്ടുണ്ട് ഒരു ലോങ് കോമ്പോസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾവേസ് ആസ്ഡ് ആണ് ആൻഡ് ഹൈ മാർക്സ് ഏകദേശം 20 മാർക്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് ക്യാരി ചെയ്യുന്ന മാർക്സ് എന്ന് പറയുന്നത്. അതേസമയം യൂണിറ്റ് 1 പാരഗ്രാഫ് റൈറ്റിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷൻ ആണ്. അതേസമയം നമ്മൾ യൂണിറ്റ് 5 അതുള്ള നോട്ട് ടേക്കിംഗ് 1 നമുക്ക് 8 പേപ്പർ നോക്കുകയാണെങ്കിൽ 5 തവണയും വന്നിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അത്. സോ വിച്ച് മീൻസ് നല്ലവണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണ് അത്. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന് വരുന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ കമ്പോസിഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ലോങ് എസ്സേ ടൈപ്പ് ടിപ്പിക്കലി 20 മാർക്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ എക്സ്പെക്ടഡ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 350 വേർഡ്സ് ആണ്. ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റൈൽ തന്നെയാണ്. സോ എല്ലാ സെഷൻസിനകത്തും നമുക്ക് കണ്ടുവന്നൊരു പാറ്റേൺ ആണ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അടുത്ത് വരുന്നതാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. 10 മാർക്സ് ആണ് ടിപ്പിക്കലി ചോദിക്കാറ്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. സോ ഇത് നമുക്ക് മോസ്റ്റ് ഓഫ് നമുക്ക് 2021 തൊട്ട് 25 വരെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ ഫങ്ഷണൽ റൈറ്റിംഗ്, ലെറ്റർ, റിപ്പോർട്ട് ഓർ ഒപ്പീനിയൻ. 10 മാർക്സ് ആണ് ടിപ്പിക്കലി വരാറുള്ളത്. 120 to 200 വേർഡ്സ് ആണ്. ടാസ്ക് സ്പെസിഫിക് ഫോർമാറ്റ്, ലെറ്റർ ടു എഡിറ്റർ, RWA, റിപ്പോർട്ട് ഓഫ് മീറ്റിംഗ്, ഇന്റർവ്യൂ, ഷോർട്ട് വ്യൂ പോയിന്റ്. സോ ലെറ്റേഴ്സ് നമുക്ക് 2020 to 25 വരെയും ഉണ്ടായിരുന്നു. റിപ്പോർട്ട്സ് 2021 ലും 24 ആൻഡ് ഷോർട്ട് വ്യൂസ് 2021 വന്നിട്ടുള്ളത്.
ഇനി കംപ്രഷൻ സമ്മറി ഓർ നോട്ട് മേക്കിംഗ് ടിപ്പിക്കൽ മാർക്സ് വരുന്നത് ടിപ്പിക്കലി 10 മാർക്സ് ആണ്. സോ സമ്മറി എന്ന് പറയുമ്പോൾ ഒരു 1/3 ലെങ്ത് ഒരു ടൈറ്റിലാണ്. അപ്പൊ സമ്മറീസ് 2021-ലും 2024-ലും ചോദിച്ചിട്ടുണ്ട്. നോട്ട്സ് ആയിട്ട് 22-ലും 23-ലും 25-ലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് 4 ടൈപ്പാണ് നമ്മൾ ഇവിടെ നോർമലി കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം അതിന്റെ വേർഡ് കൗണ്ടും അതിന് എത്രത്തോളമാണ് അതിന്റെ മാർക്ക് നമുക്ക് നോക്കാം. സോ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 20 മാർക്സ് ആണ് ഇവിടെ അതിന് വന്നിട്ടുള്ളത്. സോ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റൻ മാക്സിമം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആർഗ്യുമെന്റ് ഒക്കെ നമ്മൾ നറേറ്റ് ചെയ്ത് ഒരു ക്ലിയർ സ്ട്രക്ചറും സ്റ്റൈലും, അതായത് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷനും ബോഡിയും കൺക്ലൂഷനും ആയിട്ട് വേണം യു ഹാവ് ടു റൈറ്റ്. സോ 350 വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് എന്ന് പറയുക. അതിനുള്ള ഇലസ്ട്രേഷൻസും എക്സാമ്പിളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് വളരെ കൊഹിയറന്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വേണം യു ഹാവ് ടു റൈറ്റ് ദി ആൻസർ ഫോർ ദി കോമ്പോസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത് വരുന്ന ഒരു ടൈപ്പിലാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. അത് 10 മാർക്സ് ആണ് നോർമലി ചോദിക്കാറുള്ളത്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ ടോപ്പിക് സെന്റൻസ്, പിന്നെ ആ ഒരു പാരഗ്രാഫ് ആ ടോപ്പിക് സെന്റൻസ് നമ്മൾ മാക്സിമം ഡിസ്ക്രൈബ് ചെയ്യുക. തമ്മിലുള്ള പാരഗ്രാഫ്സ് ലോജിക്കലി ദാറ്റ് ഷുഡ് ബി കണക്റ്റഡ് ആയിരിക്കണം. സോ പിന്നെ 200 വേർഡ്സ് ആണ് വെയിറ്റേജ് എന്ന് പറയുക. ആൻഡ് നമ്മൾ മാക്സിമം ഉള്ളതിനകത്ത് വേർഡ്സും നമ്മുടെ എക്സാമ്പിൾസും വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വളരെ ഓർഗനൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് വേണം യു ഹാവ് ടു പ്രിപ്പയർ യുവർ ആൻസർ. പിന്നെ നമുക്ക് മൂന്നാമത് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഫങ്ഷണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് either ലെറ്റർ അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിക്കാം. ഇവിടുത്തെ മാർക്സ് എന്ന് പറയാം 10 മാർക്സ് ആണ്. അപ്പൊ നമുക്ക് ആ രജിസ്റ്റർ നമ്മൾ നോക്കാം, അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പൊ ലെറ്റേഴ്സ് ടു എഡിറ്റർ ആണെങ്കിൽ അപ്പൊ ആ ഒരു ഒഫീഷ്യൽ ലെറ്ററിന്റെ ഫോർമാറ്റും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. സോ വളരെ കൺസൈസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസിന് മാത്രം പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുന്ന രീതിയിൽ യു ഹാവ് ടു പ്രിപ്പയർ യുവർ ലെറ്റർ ആൻഡ് ഡ്രാഫ്റ്റ് യുവർ ലെറ്റർ. സോ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയാം 120 to 200 വേർഡ്സ് ആണ് വേർഡ് കൗണ്ട്. നമ്മൾ പ്രോപ്പർ ഹെഡിങ്സും അഡ്രസ്സസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. നാലാമത് വരുന്ന ഒരു ടൈപ്പിലാണ് കംപ്രഷൻ. ദാറ്റ് മീൻസ് സമ്മറി അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ് ആണ്. സോ 10 മാർക്സ് ആണ് നോർമലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ സമ്മറീസും കാര്യങ്ങളും നോക്കുക ആൻഡ് ബി വെരി പ്രിസൈസ് ആൻഡ് കൺസൈസ്. അങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് കീപ്പ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36 വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിലെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം മാർക്സുകളാണ് ചോദിച്ചിട്ടുള്ളത് വന്നിട്ടുള്ളതെന്നും ആൻഡ് ഓൾസോ ടോട്ടൽ ഷെയർ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് മാർക്ക് 38. അപ്പൊ നമ്മുടെ ടോട്ടൽ ഒരു 100 നമ്മൾ 100ൽ നോക്കുകയാണെങ്കിൽ 76% അത്രയും അതോടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ബ്ലോക്ക് 2 സമ്മറീസിനകത്ത് ഒരു ആവറേജ് മാർക്സ് പെർ പേപ്പർ 2 ആണ്. സോ 4% മാത്രമാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3ലെ ഇന്റർവ്യൂ റിപ്പോർട്ട്സ് 2 ആണ് ആവറേജ് മാർക്സ്. അഗൈൻ സെയിം തന്നെയാണ് 4% ആണ് ഇവിടെ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ഫങ്ഷണൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ലെറ്റേഴ്സിനകത്ത് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. സോ ടോട്ടൽ ഷെയർ പറയുകയാണെങ്കിൽ 16% ആണ് അതിന് ടോട്ടൽ ഷെയർ എന്ന് പറയുക. നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ ആ സെക്ഷൻസുകളുടെ എല്ലാം മാർക്ക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ പാറ്റേൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ്. നോർമലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ ആണ് FEG 02 നോർമലി ഉള്ളത്. സോ നമുക്കൊരു പാറ്റേൺ വരിക 20, 10, 10, 10 എന്ന് പറഞ്ഞാണ്. അപ്പൊ എല്ലാ ക്വസ്റ്റൻസും കമ്പൽസറി ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫങ്ഷണൽ 10 മാർക്ക് ടാസ്ക് ഓൾട്ടർനേറ്റ് ചെയ്യാൻ ചില സമയത്ത് ലെറ്റേഴ്സ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക, പിന്നെ ചില സമയത്ത് അങ്ങനെ റിപ്പോർട്ട്സ്, അങ്ങനെ മാറുന്ന രീതിയിൽ നമുക്ക് ലെറ്റേഴ്സിനും റിപ്പോർട്ട്സിനും കണ്ടിട്ടുണ്ട്. പിന്നെ ഫൈനൽ 10 മാർക്സ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ നോട്ട്സ് ആൻഡ് സമ്മറി. നമ്മൾ എങ്ങനെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു 2 hours ആണ് നമ്മളുടെ എക്സാം ഉള്ളത്. 50 മാർക്കാണ് പേപ്പറിനുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു 110 മിനിറ്റ് നമുക്ക് എഴുതാനായിട്ടും ബാക്കി 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ്സ് നമുക്ക് ഒരു ബഫറിംഗ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 44 മിനിറ്റ്സ് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പാരഗ്രാഫിന് നമുക്ക് 22 മിനിറ്റ്സ് ഡിവോട്ട് ചെയ്യാം. അതേസമയം ഫങ്ഷണൽ റൈറ്റിംഗ് ലെറ്റർ റിപ്പോർട്ടിനകത്ത് നമുക്ക് 22 മിനിറ്റ്സുകളും കംപ്രഷൻ ബേസ് സമ്മറി ഓർ നോട്ട്സിനകത്ത് 22 മിനിറ്റ്സ് നമുക്ക് സ്പെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ ആ ഒരു കോമ്പോസിഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാം. അവസാനത്തെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വേണം നമ്മൾ ടൈമും കാര്യങ്ങളും എല്ലാം അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതായത് നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് നോക്കുമ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടൻ ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ സർട്ടൻ ഏരിയാസിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 10 റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക്
8 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് റൈറ്റ് എ കമ്പോസിഷൻ ഇൻ 350 വേർഡ്സ് ഓൺ വൺ ഓഫ് ദ ഗിവൺ ടോപ്പിക്സ്. 8 തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റൻ ആണ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് 200 വേർഡ്സ് ഓൺ വൺ ഓഫ് ദി ഗിവൺ ടോപ്പിക്സ്. പിന്നെ 5 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മേക്ക് ഹൈറാർക്കിയൽ നോട്ട്സ് ഫ്രം എ ഗിവൺ പാസേജ് വിത്ത് ടൈറ്റിലും റൈറ്റ് എ ഫോമൽ ലെറ്റർ ടു എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് പ്രിൻസിപ്പൽ ഓർ ഹെഡ് ഓഫ് വാർഡൻ മേക്കിംഗ് എ റിക്വസ്റ്റ് ഓർ കംപ്ലൈന്റ്. പിന്നെ 3 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസുകളാണ് റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓൺ എ സിവിക് പ്രോബ്ലം, അല്ലെങ്കിൽ റൈറ്റ് എ ലെറ്റർ ടു ദി ലോക്കൽ അതോറിറ്റി or RWA or municipal body about a neighborhood issue. ഇനി 3 തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സമ്മറൈസ് എ ഗിവൻ പാസേജ് ടു 1/3 വിത്ത് എ സ്യൂട്ടബിൾ ടൈറ്റിലും. 2 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസുകളാണ് റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് എ മീറ്റിംഗ് ഫോർ ന്യൂസ് പേപ്പർ ഓർ അഡ്മിനിസ്ട്രേഷനും ഗിവ് യുവർ വ്യൂസ് ഓൺ എ സ്റ്റേറ്റ്മെന്റ് ഓർ എഫോറിസം ആൻഡ് അനലൈസ് വിത്ത് എക്സാമ്പിൾസും. പിന്നെ 1 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് എൻ ഇന്റർവ്യൂ വിത്ത് എ പബ്ലിക് ഫിഗർ. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റിൽ നിന്നും എത്ര തവണ വന്നിട്ടുണ്ടെന്നും അതിന്റെ ഒരു ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. സോ റൈറ്റ് എ കമ്പോസിഷൻ ഓൺ വൺ ഓഫ് ദി ഗിവൺ ടോപ്പിക്സ് 350 ആണ് നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് 8 തവണ വന്നിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഒരു 20 മാർക്സ് അതിന്റെ ആവറേജ് എന്ന് പറയാം. അതേസമയം റൈറ്റ് എ പാരഗ്രാഫ് ഇൻ അബൌട്ട് 200 വേർഡ്സ്, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 റൈറ്റിംഗ് പാരഗ്രാഫ്സ് ആണ്. അത് നമുക്ക് 8 തവണ വന്നിട്ടുണ്ട്. സോ വിച്ച് മീൻസ് 10 ആണ് അതിന്റെ ഒരു ആവറേജ് മാർക്സ് ഇവിടെ ഉള്ളത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മേക്ക് ഹൈറാർക്കിയൽ നോട്ട്സ് ഫ്രം എ ഗിവൺ പാസേജ് വിത്ത് ടൈറ്റിൽ ബ്ലോക്ക് 1 യൂണിറ്റ് ഫിൽ നോട്ട് ടേക്കിംഗ് എന്നുള്ളതാണ്. സോ 5 തവണ അപ്പിയർ ആയിട്ടുണ്ട്. 10 ആണ് ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത്. അടുത്ത റൈറ്റ് എ ഫോമൽ ലെറ്റർ ടു എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് പ്രിൻസിപ്പൽ ഹെഡ് ഓർ വാർഡൻ മേക്കിംഗ് എ റിക്വസ്റ്റ് ഓർ കംപ്ലൈന്റ്. സോ ദാറ്റ് ഈസ് നമുക്കൊരു അപ്ലൈഡ് ഫംഗ്ഷൻ കറസ്പോണ്ടൻസ് ആയിട്ടുള്ളത് 5 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓൺ എ സിവിക് പ്രോബ്ലം ഗാർബേജ് ഇൻ സാനിറ്ററി കണ്ടീഷൻസ് ഓർ ക്രൈം. അത് നമുക്ക് അപ്ലൈഡ് ഫംഗ്ഷൻ കറസ്പോണ്ടൻസ് ആണ്. 3 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് മാർക്സ് 10 ആണ്. അടുത്ത റൈറ്റ് എ ലെറ്റർ ടു ലോക്കൽ അതോറിറ്റി ഓർ RWA ഓർ മുനിസിപ്പൽ ബോഡി അബൌട്ട് എ നെയ്ബർഹുഡ് ഇഷ്യൂ. അത് നമുക്ക് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്സ് 10 ആണ്. ആൻഡ് സമ്മറൈസ് ഗിവൺ പാസേജ് ടു 1/3 വിത്ത് എ സൂട്ടബിൾ ടൈറ്റിൽ ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 11 ആൻഡ് 12 എന്ന റൈറ്റിംഗ് സമ്മറി സെക്ഷൻ ആണ് ക്വസ്റ്റ്യൻ വന്ന് നമുക്കുള്ളത്. സോ ഇവിടുത്തെ ഒരു ആവറേജ് മാർക്സ് 10 ആണ്. 3 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ഇനി അടുത്തത് റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് എ മീറ്റിംഗ് ഫോർ ന്യൂസ് പേപ്പർ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 10 ഫ്രം ദി സെക്ഷൻ റിപ്പോർട്ടിംഗ് മീറ്റിംഗ്സ് ഓർ സ്പീച്ചസ്. 2 തവണ അപ്പിയർ ആയിട്ടുണ്ട്. സോ ഒരു ആവറേജ് മാർക്സ് 10 ആണ്. നെക്സ്റ്റ് ഗിവ് യുവർ വ്യൂസ് ഓൺ എ സ്റ്റേറ്റ്മെന്റ് ഓർ എഫോറിസം അനലൈസ് വിത്ത് എക്സാമ്പിൾസ് ഫ്രം ബ്ലോക്ക് 1 ആണ്. ആർഗ്യുമെന്റേറ്റീവ് ഓർ എക്സ്പോസിറ്ററി സ്കിൽസ് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. സോ ഒരു ആവറേജ് മാർക്സ് 10 ആണ് ഇവിടെ. ഇനി റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് എൻ ഇന്റർവ്യൂ വിത്ത് എ പബ്ലിക് ഫിഗർ, അത് ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 16 റിപ്പോർട്ടിംഗ് ഇന്റർവ്യൂസ് ആണ്. 1 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ദി ആവറേജ് മാർക്സ് പറഞ്ഞാൽ 10 ആണ്. നമ്മൾ ഈ ഒരു പൈ ചാർട്ട് നോക്കുമ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ഇത്. നമ്മൾ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളെയും കാര്യങ്ങളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, എങ്ങനെ നമ്മൾ ടൈമിന് അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 20 മാർക്സും പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റിന് 10 മാർക്സുമായിട്ട് നമുക്കുണ്ട്. സോ നമ്മളൊരു 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ ഒരു പാരഗ്രാഫ് ഒരു 8 to 9 മിനിറ്റ്സ് നമ്മൾ നോക്കുക. ദാറ്റ് ഈസ് ടോട്ടൽ 12 to 40 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാൻ 2 to 3 മിനിറ്റുകളും അത് എഴുതാൻ 12 to 40 മിനിറ്റ്സും കൊടുക്കുക. വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് എഴുതുക. സോ പ്രോപ്പർ ബോഡി ഒരു തീസിസ് ഉണ്ടാകണം. ഇൻട്രൊഡക്ഷനും ബോഡിയും ഒരു ലാസ്റ്റ് ഒരു ക്ലോസിംഗ് ലൈനും ഉണ്ടാകണം. പിന്നെ വരുന്നതാണ് നോട്ട്സ് ഓർ സമ്മറി എന്ന് പറയുന്നതും 10 മാർക്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ 2 to 3 മിനിറ്റ്സ് എടുക്കുക. സോ മെയിൻ ഹെഡിങ്സും സബ് പോയിന്റ്സുകളും എഴുതുക. സോ നമ്മൾ മാക്സിമം നല്ലോണം എക്സ്പാൻഡ് ചെയ്ത് ആൻഡ് മേക്ക് ഇറ്റ് ടു ദി 1/3 ആയിട്ട് ലെങ്ത് വളരെ ക്രിസ്പ് ആൻഡ് കൺസൈസ് ആയിട്ട് മാറ്റാം. ഇനി അടുത്ത ഫംഗ്ഷണൽ റൈറ്റിംഗിലേക്ക് എടുക്കാൻ 10 മാർക്സ് ആണ്. സോ ടെംപ്ലേറ്റ്സ് ഫസ്റ്റ്. ഇപ്പൊ ലെറ്ററുകളാണെങ്കിൽ സെൻഡറും റിസീവറും അഡ്രസ്സും പേർപ്പസും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ഇവിടെ ഹെഡ്ലൈനും ബൈലൈനും ഉണ്ടാകണം. യെസ്. സോ അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളും വളരെ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് വരുന്ന ഒരു സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ്. അതായത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏത് ടോപ്പിക്കിലും ഏത് ബ്ലോക്കിൽ നിന്നുമാണെന്നുള്ളതെന്നും എത്ര ശതമാനമാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ പറയുക. ആൻഡ് അറ്റ് സെയിം ടൈം അത് ചോദിക്കുന്ന പ്രോബിലിറ്റി പെർസെന്റേജിന് കാറ്റഗറി വൈസ് ഒരു ഹൈയും മീഡിയം ആൻഡ് ലോ ലെവൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ടുള്ള റൈറ്റിംഗ് പാരഗ്രാഫ്സും യൂണിറ്റ് 3 റൈറ്റിംഗ് കോമ്പോസിഷൻസ് നമുക്ക് 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ചോദിക്കാൻ സാധ്യത 100%. സോ വളരെ ഹൈ റെലവെന്റ് വരുന്ന 2 ടോപ്പിക്സുകളാണ് ഇത്. ഇനി അടുത്ത ബ്ലോക്ക് 1 യൂണിറ്റ് 5 നോട്ട് ടേക്കിംഗ് പാർട്ട് 1 ലീനിയർ നോട്ട്സ് വിത്ത് ഹെഡിങ്സ് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. പ്രോബിലിറ്റി 62.5% ആണ്. കാറ്റഗറീസ് മീഡിയം ലെവൽ ആണ്.
ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ലാറ്ററൽ റൈറ്റിംഗ് പാരഗ്രാഫ്സ് ഡെവലപ്മെന്റ് മെത്തേഡ്സ്, യൂണിറ്റ് 4 എക്സ്പോസിറ്ററി കമ്പോസിഷനും, യൂണിറ്റ് 6 റൈറ്റിംഗ് റിപ്പോർട്ട്സും ഒരു ചോദ്യങ്ങൾ പോലും ഇപ്പം വരെയും വന്നിട്ടില്ല. ഇനി അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് നമ്പർ 11 റൈറ്റിംഗ് സമ്മറീസ് 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഒരു 37.5% ആണ് ചോദിക്കാൻ സാധ്യത പ്രോബിലിറ്റി എന്ന് പറയാം. അതേസമയം ബ്ലോക്ക് 2 യൂണിറ്റ് 10 റൈറ്റിംഗ് റിപ്പോർട്ട്സ്, മീറ്റിംഗ്സ് ഓർ സ്പീച്ചസ് 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ 25% മാത്രമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ലോ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. അതേസമയം നമ്മൾ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആർഗ്യുമെന്റേറ്റീവ് കമ്പോസിഷൻ ഓർ 1 നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇപ്പം വരെയും ചോദിച്ചിട്ടില്ല. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആർഗ്യുമെന്റേറ്റീവ് കമ്പോസിഷൻ, യൂണിറ്റ് 9 നോട്ട് ടേക്കിംഗ്, യൂണിറ്റ് നമ്പർ 12 റൈറ്റിംഗ് സമ്മറീസ് ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇപ്പം വരെയും ചോദിച്ചിട്ടില്ല. ഇനി നമ്മളെ ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 16 റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഇന്റർവ്യൂസിനകത്ത് ഒരു തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. സോ വിച്ച് മീൻസ് 12.5% ആണ് ചോദിക്കാൻ സാധ്യതയുള്ള പെർസെന്റേജ് എന്ന് പറയാം. അതേസമയം ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 13 റൈറ്റിംഗ് പാരഗ്രാഫ്സും, യൂണിറ്റ് നമ്പർ 14 നാരറ്റീവ് കമ്പോസിഷനും ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇപ്പം വരെയും ചോദിച്ചിട്ടില്ല. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് നമ്പർ 15 നാരറ്റീവ് കമ്പോസിഷൻ ഓർ സ്റ്റൈലും, യൂണിറ്റ് നമ്പർ 17 റൈറ്റിംഗ് റിപ്പോർട്ട്സ് സർവേസും, ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് 18 റൈറ്റിംഗ് സമ്മറീസ് ഇപ്പം വരെയും ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. അതേസമയം ബ്ലോക്ക് 4 യൂണിറ്റ് 19 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻസും ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇപ്പം വരെയും ചോദിച്ചിട്ടില്ല. നമ്മൾ ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ അതിൽ യൂണിറ്റ് നമ്പർ 20 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ, പ്ലേസസ് ആർ ഒബ്ജക്ട്സ്. നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 21 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ, കണ്ടീഷൻസ് ഓഫ് പ്രോസസ്സസ്. യൂണിറ്റ് നമ്പർ 22 നോട്ട് ടേക്കിംഗ് ലെക്ചർ നോട്ട്സും, യൂണിറ്റ് നമ്പർ 23 റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഓർ എക്സ്പെരിമെന്റ്സ്, യൂണിറ്റ് നമ്പർ 24 സമ്മിങ് അപ്പ് റിവിഷൻസും ഇപ്പം വരെയും ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. നമുക്ക് ഈ തന്നിരിക്കുന്ന ടോപ്പിക്സ് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് നമുക്ക് ആ ഒരു സെക്ഷൻ യൂണിറ്റ് നമ്പർ 3 കമ്പോസിഷൻ ഏകദേശം 20 മാർക്സിനാണ് ഉള്ളത്. സോ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഒരു മോഡലും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കാരണം വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ബോഡി നമ്മൾ സ്ട്രക്ചർ ചെയ്യുക, അതിന്റെ ക്ലോസറും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ യൂണിറ്റ് നമ്പർ 1 പാരഗ്രാഫ് കമ്പോസിഷന്റെ ആണ് 10 മാർക്സ് ആണ്. അപ്പം നമ്മൾ നല്ലവണ്ണം ഡെയിലി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അതിന്റെ ടോപ്പിക് സെന്റൻസും അതിന്റെ പാരഗ്രാഫ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേപ്പബിളും ആയിരിക്കണം. നമ്മൾ മീഡിയം ഒരു ലെവലിലേക്കുള്ള ടോപ്പിക്സുകൾ എടുക്കുകയാണെങ്കിൽ ഫ്രം യൂണിറ്റ് നമ്പർ 5 നോട്ട് ടേക്കിംഗ് 1 നമുക്ക് 10 മാർക്സിന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 3 ലെവൽ ഹൈറാർക്കി നമ്മൾ കീപ്പ് ചെയ്ത് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. നമ്മൾ നെക്സ്റ്റ് വരുന്നതാണ് ലോ ലെവൽ കാറ്റഗറി പറയുകയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് നമ്പർ 11 സമ്മറി ഒരു 10 മാർക്സും, യൂണിറ്റ് നമ്പർ 10 മീറ്റിംഗ് ഓർ സ്പീച്ച് റിപ്പോർട്ട് 10 മാർക്സും, യൂണിറ്റ് 16 ഇന്റർവ്യൂ റിപ്പോർട്ട് അഗൈൻ നമുക്ക് 10 മാർക്സുമാണ് ഉള്ളത്. സോ കീപ് 1 ടെംപ്ലേറ്റ് ഈച്ച് ആൻഡ് 1/3 വരെ നമ്മളത് കീപ്പ് ചെയ്ത് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദാറ്റ്. നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ ഇഗ്നോർഡ് എക്സാമിന് അതേ പാറ്റേണിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. സോ ഇതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ FEG 02 ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് 2 2 hours ആണ് നമ്മുടെ എക്സാമിന് ഡ്യൂറേഷൻ എന്ന് പറയുക. മാക്സിമം മാർക്സ് 50 ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദാറ്റ് ഈസ് കോമ്പോസിഷൻ ആണ്. നേരത്തെ നമുക്ക് 20 മാർക്സ് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 4 ഓപ്ഷനിൽ ഏതെങ്കിലും നമുക്ക് ഉറപ്പുള്ള ഷുവർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് യു ക്യാൻ ടേക്ക് എ 1 ക്വസ്റ്റ്യൻ. രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണ് ഷുവർ ഉള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് എഴുതുക. ഇതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്, മാർക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി തേർഡ് നമുക്ക് ക്വസ്റ്റ്യൻ ഫംഗ്ഷണൽ റിപ്പോർട്ട് ആണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, A or B. അപ്പൊ നമുക്ക് ഏതാണോ ഷുവർ ഉള്ളത് അതെടുത്ത് നമ്മൾ എഴുതുക. 10 മാർക്സ് ആണ് അതിനുള്ളത്. നമുക്ക് ലാസ്റ്റ് വരുന്നത് ഒരു കോംപ്രിഹെൻഷൻ ബേസ്ഡ് ഒരു ടാസ്ക് ആണ്. നമ്മളത് തന്നിട്ടുള്ള ഒരു പാസേജ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. വിത്ത് കറസ്പോണ്ടിങ് ഫോർമാറ്റ് വെച്ച് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ ടൈറ്റിലും കൂടെ കൊടുക്കാനായിട്ട് മറക്കുക. 10 മാർക്സ് ആണ് ഇതിനും ഉള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും മാർക്കിംഗ് സ്കീംസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഡു ചെക്ക് ഔട്ട് ദാറ്റ് വൺ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഉള്ളത്. ഐ ഹോപ്പ് ദിസ് വെരി ക്ലിയർ ടു യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ കമ്മിങ് അപ്പ് എക്സാം. ഡു വെൽ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.